അച്ഛന്റെ വിശ്വസ്തതയെ ഞാൻ ഇല്ലാതാക്കി. എന്റെ മോഹങ്ങളാ അച്ഛനെ തകർത്തത്. എന്റെ ആഗ്രഹങ്ങളാ എന്റെ അച്ഛനെ തകർത്ത് കളഞ്ഞത്. ഞാനൊരിക്കലും വല്യുവിനെ മോഹിക്കരുതായിരുന്നു. ഒരിക്കലും വല്യുവിന്റെ കഴുത്ത് താലികെട്ട് ഞാൻ സമ്മതിക്കരുതായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അച്ഛന് പലരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വന്നത്. എന്റെ ഈ നശിച്ച ആഗ്രഹം കൊണ്ടാ അച്ഛൻ പലരുടെയും മുന്നിൽ നാണം കെട്ടത്. ഞാനും വല്യുവും തമ്മിലുള്ള ഇഷ്ടം മനസ്സിലാക്കി തുടങ്ങിയ കാലം മുതൽ അച്ഛൻ എന്നോട് പറഞ്ഞതാ, ഏറ്റവും മുകളിലുള്ള കൊമ്പിൽ കൊണ്ടുചെന്ന് കൂട് കെട്ടുന്ന തൂക്കണാങ്കുരുവിയുടെ കൂട് പോലെയാ നിന്റെ സ്വപ്നങ്ങളെന്ന്. വലിയ കാറ്റിലും മഴയിലും നിന്റെ കൂട് തകരുമെന്ന്. എന്താ കല്യാണി ഇങ്ങനെയൊക്കെ പറയുന്നേ? കാറ്റും മഴയൊക്കെ ഏറ്റു കാണും, പക്ഷെ നിന്റെ കൂട് തകർന്നില്ലല്ലോ. ഞാൻ നിന്നെ കല്യാണം കഴിച്ചില്ലേ? ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ ഇല്ലേ? ശരിയാ, ഞാൻ വലിയതിനെ കുറ്റം പറയല്ല. ഞാൻ എന്നെ തന്നെ പറയാ. അച്ഛൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ എന്റെ അച്ഛന് റോഡിൽ കിടന്ന് മരിക്കേണ്ട ഗതികേട് വരുമായിരുന്നോ? ഞാൻ ശപിക്കപ്പെട്ടവളാ. അതുകൊണ്ടല്ലേ അവസാന ദിവസങ്ങളിൽ എനിക്ക് എന്റെ അച്ഛനോട് സംസാരിക്കാൻ പോലും കഴിയാതെ വന്നത്. എന്നോടൊന്ന് മിണ്ടാൻ, എന്റെ ഒരു വാക്ക് കേൾക്കാൻ പാവോ എന്റെ അച്ഛൻ കാത്തു നിന്നില്ലേ? ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ഉള്ളിൽ കരഞ്ഞുകൊണ്ട് എന്റെ അച്ഛൻ നടന്നകന്നു. ഇനി എന്റെ അച്ഛനെ ഞാൻ എങ്ങനെ കാണും? കല്യാണി, ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ വല്യുവിനെ. ആനന്ദ്, എന്താ? എന്ത് വേണം? നിൽക്കണം. എങ്ങോട്ടാ? കല്യാണി ഒന്ന് കാണണം. ഞാൻ അവളെ കല്യാണം കഴിച്ച ശേഷം ഒരു മരുമകൾ എന്ന സ്ഥാനം നൽകി അമ്മ അവളെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? അന്നു മുതൽ ഇന്ന് വരെ അമ്മ അമ്മയുടെ മുഖ്യ ശത്രുവായി കണ്ടിരുന്ന കല്യാണിയെ ഇപ്പൊ എന്തിനു കാണാൻ ശ്രമിക്കുന്നു? സഹതപിച്ച് ചിരിക്കാനോ? അവളുടെ കണ്ണീര് കണ്ട് അമ്മയ്ക്ക് ഉള്ളാലെ പൊട്ടിച്ചിരിക്കാനോ? ഒരു പാവം പെണ്ണ് തകർന്നു പോയത് കണ്ട് ആനന്ദിക്കാനോ? മോനെ, എന്തിനാമേ യാതൊരു ആത്മാർത്ഥതയില്ലാത്ത ആ വിളി? മോനെ എന്ന അമ്മയുടെ വിളി പണ്ടൊക്കെ എനിക്ക് താരാട്ട് പാട്ട് കേൾക്കുന്നത് പോലെയായിരുന്നു. ആ അമ്മ ഇന്നില്ല. ഞാൻ കല്യാണിയെ താലി കെട്ടിയതിനു ശേഷം ഞാൻ കാണുന്നത് ആ അമ്മയല്ല, പകരം തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയ. മാറാല കെട്ടിയ മാമൂലുകളെയും കാലഹരണപ്പെട്ട ആഭിജാത്യങ്ങളെയും മുറുകെ പിടിക്കുന്ന യാതൊരു മനസാക്ഷിയുമില്ലാത്ത മറ്റൊരു അഖിലാണ്ടേശ്വരിയെ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല.
അനിയൻകുട്ട, നീ കഞ്ഞി കുടിച്ചില്ലേ? വേണ്ട വല്യുഞ്ഞെ, ചേച്ചി കുടിക്കാതെ എനിക്ക് കഞ്ഞി വേണ്ട. കല്യാണി, ദേ കണ്ടില്ലേ, നീ കഴിക്കാത്തോണ്ട് അനിയൻകുട്ടനും കഞ്ഞി കുടിച്ചിട്ടില്ല. ദേ, ദാസേട്ടൻ അനിയൻകുട്ടനെ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. അത് അവനെ ഇങ്ങനെ പട്ടിണിക്കിടാനാണോ? ദേ, അനിയൻകുട്ടനെ പട്ടിണിക്കിട്ട ദാസേട്ടന്റെ ആത്മാവ് പോലും സഹിക്കില്ല. വാ കല്യാണി. വേണ്ട, എനിക്ക് വിശപ്പില്ല. ചേച്ചി കഞ്ഞി കുടിക്കാത്തോണ്ട് വല്യുഞ്ഞും കഞ്ഞി കുടിച്ചിട്ടില്ല. വാ ചേച്ചി, എനിക്ക് വിശക്കുന്നു. കല്യാണി, നീ സ്വയം പട്ടിണി കിടക്കുകയല്ല, മറ്റുള്ളവരെ പട്ടിണി കിടത്തുക ചെയ്യുന്നത്. നിന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെ പോലും. ആ പാവം എന്ത് പഴിച്ചു. ഇനി അതിനെ വേണ്ടെന്നാണെങ്കിൽ ഇനി ഞാൻ നിർബന്ധിക്കില്ല. വാനിയുട്ട, കഴിക്കേ. നന്ദന, ഞാൻ അരമണിക്കൂറിൽ എയർപോർട്ടിലെത്തും. ഒമ്പതരക്കല്ലേ ലാൻഡിങ്, സമയമുണ്ടല്ലോ. പിന്നെ നീ ഇന്ന് ഓഫീസിൽ പോണ്ട. അച്ഛൻ വരുന്ന ദിവസമല്ലേ. പിന്നെ ആ സന്തോഷം പങ്കുവയ്ക്കാനും വൈകണ്ട. ശരി, ഓക്കെ ഓക്കെ. നന്ദനെ വിളിക്കാം. നന്ദന, ഗുരുജി ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് എന്തോ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, നീ ആ ജോസേട്ടന്റെ വണ്ടിയിലെ എയർപോർട്ടിൽ നിന്ന് അച്ഛനൊന്ന് പിക്ക് ചെയ്യേ. ഞാനേ ആശ്രമത്തിലേക്ക് ഒന്ന് പോവാം. സീരിയസ് ആയിട്ടുള്ള എന്തോ മാറ്ററാണെന്ന് തോന്നുന്നു. ഓക്കെ, ശരി.
ആ ഓക്കെ, അപ്പൊ നീ സൂക്ഷിച്ചോണേ. ഓക്കെ, ബൈ ബൈ ബൈ. താങ്ക് യു. അങ്കിളിനെ കൂടെ വിളിക്കാം. ആ ശരി, കയറിക്കോളൂ. ആ ഇറങ്ങിക്കോളൂ. കാലം തെറ്റിയൊരു മഴ എന്താന്നറിയില്ല. ഗുരുജി അകത്തുണ്ട്. വരൂ. വന്നോളൂ. അച്ഛാ, എന്താ ഗുരുജി പ്രശ്നം? ഒന്നും അറിയില്ല. ഇന്നലെ രാത്രിയിൽ അഖില ഒരു ബാഗുമായി ആശ്രമത്തിൽ കയറി വന്നു. മനസ്സിന് നല്ല സുഖമില്ല, ആശ്രമത്തിൽ വിശ്രമിക്കണമെന്ന് പറഞ്ഞു. ശിഷ്യൻ മുറി ഒരുക്കി കൊടുത്തു. ഇന്നിപ്പോ രാവിലെ വിളിച്ചിട്ട് അഖില പുറത്തേക്ക് വരുന്നില്ല. എവിടെയാ ഉള്ളത്? ദാ ഈ മുറിയിലാണ്. അഖില, അഖില വാതിലോർക്ക്. ഇത് ഞാനാ. അഖില നീ വാതിലോർക്ക്. അഖില വാതിലോർക്കാൻ. എല്ലാത്തിനും ഞാനാണ് കാരണക്കാരി. എന്റെ ഈഗോ, എന്റെ ദുർവാശി. എനിക്കൊരു സമാധാനമില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം തൃച്ചംബരത്തേക്കില്ല. അഖില, എന്താ ഇത്? നീ ഞങ്ങളുടെ കൂടെ വാ. അമ്മേ വാ, നമുക്ക് പോവാം. ഈ മാനസികാവസ്ഥയിൽ നിന്ന് ഞാനൊന്ന് കരകയറട്ടെ. അതുവരെ നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടൂ. ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത്. ഞാൻ തൃച്ചംബരത്തേക്കില്ല. ആനന്ദ് അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ വിഷമമാണ് അഖിലയ്ക്ക്. മകനു വേണ്ടി മാത്രം ജീവിച്ച ഒരമ്മയായിരുന്നു അഖിലാണ്ടേശ്വരി. മകൻ പെട്ടെന്ന് ആട്ടിയിറക്കി വിട്ടപ്പോ ആ മനസ്സിനത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്തായാലും അത് മാറാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ നിർബന്ധിക്കണ്ട. ശരി, നിർബന്ധിക്കുന്നില്ല. ഏതായാലും എനിക്ക് എന്റെ മരുമകളെ കണ്ട് ഒരാശ്വാസവാക്കെങ്കിലും പറയണം.